നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബബിത രോഹത്തിനോട് ചോദിച്ചു, അല്ല രോഹത്തേണ്ടത് എന്താ പറയണേ? അലീന ചേച്ചിയുടെ അച്ഛനല്ലേ നമ്മുടെ അച്ഛൻ എന്ന് ചോദിച്ചു. അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? പക്ഷെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. അച്ഛൻ നേരത്തെ എന്താ പറഞ്ഞേ? അച്ഛൻ ഗൾഫിലായിരുന്ന സമയത്ത് ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീക്ക് ജനിച്ച മകളാണ് അലീന ചേച്ചി എന്നൊക്കെയല്ലേ. എന്നിട്ടിപ്പം എന്താ ഇങ്ങനെ പറയണേ? അതൊക്കെ വെറുതെ പറഞ്ഞാ, അതൊന്നും അല്ല സത്യം എന്ന് പറഞ്ഞു. അതെങ്ങനെ രോഹിത്തേണ്ട മനസ്സിലായി? അതെ, ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ചായിരുന്നു. അലീന ചേച്ചി അല്ല എന്ന് പറഞ്ഞു. അത് ചോദിക്കാനുള്ള കാരണം എന്താ? ഞാനും അലീന ചേച്ചിയും കൂടെ കോളേജിൽ പോയില്ലേ, ആ സമയം പ്രിൻസിപ്പൾ അച്ഛനോട് അലീന ചേച്ചി പറഞ്ഞു, ഞാൻ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതാണ്. അച്ഛൻ വിചാരിച്ചുകൊണ്ടിരുന്നേ മൂത്ത സഹോദരിയാന്നാ വിചാരിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞു. അതെന്തിനാ അലീന ചേച്ചി അങ്ങനെയൊക്കെ പറയാൻ പോയതോ? ഉള്ള വില കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അച്ഛൻ എന്താ പറഞ്ഞെന്നറിയാവോ? എനിക്ക് നിന്നോട് മതിപ്പ് കൂടിയെന്നൊക്കെയാ പറഞ്ഞേ. കൊള്ളാം, അച്ഛനും കൊള്ളാം, അലീന ചേച്ചിയും കൊള്ളാം. എന്നിട്ട് എന്താ സംഭവിച്ചേ? അതോ പിന്നീട് അലീന ചേച്ചിയോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അലീന ചേച്ചി ഇതന്നെ പറഞ്ഞ, അച്ഛൻ്റെ മോളല്ല എന്നുള്ള കാര്യം. എന്നിട്ട് രോഹത്തേണ്ണ എന്താ ഇത് പറയാതിരുന്നേ? ഞാൻ എന്ത് പറയാനായിട്ടാ? അല്ല നിനക്ക് അറിയായിരുന്നോ കൃഷ്ണ ഇതിനെക്കുറിച്ച്? എനിക്കറിയായിരുന്നു പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാവർക്കും അറിയായിരുന്നു. എന്നിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലേന്ന് ചോദിച്ചു. അപ്പൊ അലീന ചേച്ചി നമ്മുടെ ആരും അല്ലേന്ന് ചോദിച്ചു. അതിനാരും ഒന്നും മറുപടി പറഞ്ഞില്ല. കൃഷ്ണമ്മളൊന്നും മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ കൂടുതൽ അറിയണം, നീ ഒരു കാര്യം ചെയ്യുക, പോയി അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനിത് അച്ഛനോട് ചോദിക്കും, ചോദിക്കാതിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ബബിത എന്ത് ചെയ്തു, ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി. ആ സമയത്ത് കൃഷ്ണമോള് രോഹിത്തിനോട് ചോദിച്ചു, അല്ല രോഹിത്തേട്ടാ, അലീന ചേച്ചി വേറെന്തേലും പറഞ്ഞായിരുന്നോ? വേറെന്താ നിനക്ക് അറിയണ്ടേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ എന്തെങ്കിലും കാര്യം? വേറെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അലീന ചേച്ചി അച്ഛനും അമ്മ ആരാന്ന് അലീന ചേച്ചിക്ക് അറിയാന്നുള്ള കാര്യം. അതവിടെ അച്ഛനോട് പറഞ്ഞതാ. എന്നിട്ടത് ആരാന്ന് മറ്റോ രോഹിത്തേട്ടനോട് പറഞ്ഞോ? എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അലീന ചേച്ചിക്ക് അത് പറയാൻ താല്പര്യം കാണത്തില്ല, അതുകൊണ്ടായിരിക്കും പറയാത്തെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളിങ്ങനെ ആലോചിച്ചു. നിനക്കറിയാവോന്ന് ചോദിച്ചു. എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ നിനക്കറിയാന്നേ? എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അങ്കിപ്പിരി എന്നോട് പറഞ്ഞത്. നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട്. എടി ഞാനും അച്ഛൻ്റെ മോൻ തന്നെയല്ലേ, അപ്പം നീ എന്നോട് പറ, നമ്മളെ സഹോദരങ്ങളല്ലേ. അതെ, അച്ഛന് ഞാൻ വാക്ക് കൊടുത്ത അതെനിക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് ഞാനത് പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അങ്ങോട്ട് പോയി. രോഹത്തിനൊന്നും മനസ്സിലായില്ല. ഇതെന്താ കടങ്കഥയോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ. രോഹത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. എത്ര ആലോചിച്ചിട്ടും രോഹത്തിൻ്റെ ഒരു എത്തും പിടിയും കിട്ടിയതുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഗോവർദ്ധനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോവർദ്ധന 2 ദിവസം തിരക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. തിരക്കുറവാണെങ്കിൽ ഒരു യാത്ര പോകേണ്ടതുണ്ടെന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു. ആ സമയത്താണ് ബബിത അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ബബിത ചോദിച്ചു, അച്ഛാ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. എന്ത്? അല്ല അലീന ചേച്ചി അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അലീന ചേച്ചി മുറിയിൽ നിന്ന് കരഞ്ഞോണ്ട് പോകുന്നുണ്ടല്ലോ. അതാണോ? നീ ചോദിച്ചില്ലേ അവളോട് എന്താ കാര്യം? നിനക്കറിയത്തില്ല ബബിത കാര്യം എന്താന്ന്? എനിക്കറിയത്തില്ല. അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോവാന്നൊക്കെ പറയുന്ന കേട്ടു. അതന്നെ കാര്യം. അവൾ എന്നോട് വന്ന് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പോകുവാന്ന്. അപ്പം അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അതിനെ എതിർത്ത് കഴിഞ്ഞപ്പം അവള് കരഞ്ഞോണ്ട് പോയി, അത്ര തന്നെ. അല്ലച്ചാ, അച്ഛൻ എന്താ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയാൻ മേലേ അലീന ചേച്ചിയോട് പോകണ്ടെന്ന്? അച്ഛൻ്റെ മോളല്ലേ അലീന ചേച്ചി, പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ? എങ്ങനെ? അല്ല ഞങ്ങളെയൊക്കെ അച്ഛൻ അനുസരിപ്പിക്കുന്നതാണല്ലോ. അപ്പം പിന്നെ അലീന ചേച്ചിയോട് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞ അലീന ചേച്ചി പോകാതിരിക്കില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അതിന് നിങ്ങളെപ്പോലെ അല്ലല്ലോ അവൾ ഈ അടുത്ത കാലത്ത് വന്നതല്ലേ ഉള്ളൂ. നിങ്ങളങ്ങനെയല്ലോ. നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ എന്നോടൊപ്പം ആയിരുന്നല്ലോ. അവൾ 10-23 വർഷം വേറൊരു സ്ഥലത്തല്ലേ താമസിച്ചേ. അതാണോ അച്ഛാ സത്യം? സത്യാവസ്ഥ അതാണോ? അതോ ഇനിയിപ്പോൾ അച്ഛൻ്റെ മോളല്ലേ അലീന ചേച്ചി എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഒരു ഞെട്ടലോടുകൂടി ഭവിതയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ നീ ഇപ്പം എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? രോഹിത്തേട്ടൻ എന്നോടും കൃഷ്ണമോളോടും പറഞ്ഞു അലീന ചേച്ചി അച്ഛൻ്റെ മോളല്ലെന്ന്. സത്യമാണോ അച്ഛാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ബബിതയുടെ മുഖത്തേക്ക് നോക്കി. ആ സമയത്ത് ബബിത പറഞ്ഞു, അച്ഛൻ കാര്യം എന്താ വെച്ചാൽ പറ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ അച്ഛൻ പറഞ്ഞത്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ എൻ്റെ മകളല്ല അവള് എന്ന് പറഞ്ഞു. അത് കേട്ടതും വല്ലാത്തൊരു അടിയായിരുന്നു
ബബിതയ്ക്ക്. ബബിത പറഞ്ഞു, എന്നാലും അച്ഛാ ഇത്രയും കാലം ഞാനൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ? അലീന ചേച്ചി എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ആ ഒരു സ്നേഹവും കരുതലും കൂടെ എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, അലീന ചേച്ചി ഞങ്ങളെയൊക്കെ സ്വന്തം കൂടപ്പിറപ്പുകളായിട്ടാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ഒരു ജോലിക്കാരിക്ക് ഒരിക്കലും ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ? സ്വന്തം കൂടപ്പിറപ്പുകളായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് വലിയൊരു നുണ തന്നെ പറഞ്ഞില്ലേ? എന്തിനാ അച്ഛൻ അങ്ങനെയൊക്കെ നുണ പറഞ്ഞത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അതോ ഈ കുടുംബത്തെ മുന്നോട്ട് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ചില നുണകളൊക്കെ പറയേണ്ടി ഉണ്ടായിരുന്നു. നിനക്കറിയാലോ, നീ നിന്റെ അമ്മയൊക്കെ നേരത്തെ എന്താ ചെയ്തേന്ന്. ഇപ്പൊ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അലീന ഈ വീട്ടിലേക്ക് പോണമെന്നാ. അതിന് കാരണം എന്താ? ഈ പറയുന്ന നീ പോലും മുമ്പേ അലീനെ എന്നെ സംശയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ തമ്മിൽ അഭിഹിത ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ പോലും പലതവണ അലീനെ മുറിയിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് ഒളിഞ്ഞും പാത്തും നോക്കില്ലായിരുന്നോ? നിന്റെ അമ്മ നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ലായിരുന്നോ ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്? ശരിയല്ലേന്ന് ചോദിച്ചു. അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞേ. ഗൾഫിൽ വെച്ച് എനിക്കൊരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയുമായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതിനകത്ത് ജനിച്ച മകളാണ് അലീനയെന്ന്. അതോടുകൂടിയിട്ട് ആ നോട്ടം ഇതെല്ലാം നിന്നു. കാരണം നിങ്ങളും വിശ്വസിച്ചു അവൾ എൻ്റെ മകളാന്ന്. ഓഹോ, അപ്പം അച്ഛനും ഞങ്ങളെ ചീറ്റ് ചെയ്യുമായിരുന്നല്ലേ എന്നും ഭവതി ചോദിച്ചു. അതെ, അവൾ എൻ്റെ മകളല്ലെന്നോ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ അച്ഛാ അച്ഛനെ പറഞ്ഞതിനൊക്കെ അർത്ഥം എന്താ? അതെ, വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് അങ്ങനെ ചില കള്ളത്തരങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെയാണ് അലീനയ്ക്കും. അവൾ ഒരിക്കലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവൾ പാവമാണ്. നിങ്ങളെ കൂടപ്പിറപ്പുകളെ പോലെ തന്നെ കരുതുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവൾ നിങ്ങളുടെ കൂടപ്പിറപ്പ് തന്നെയാണ്. അങ്ങനെ വേണം വിചാരിക്കാൻ, അല്ലാതെ ചിന്തിക്കുക പോലും ചെയ്യണ്ട. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അച്ഛ എന്നാലും ഒരെന്നാലും ഇല്ല. ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇത്ര നാൾ എങ്ങനെയാണ് അവളെ കണ്ടത് അതുപോലെ തന്നെ ഇനിയും കണ്ടാൽ മതി. അച്ഛാ എൻ്റെ മനസ്സൊന്ന് പാകപ്പെട്ട് വരുമായിരുന്നു. അലീന ചേച്ചി സഹോദരിയൊക്കെ ആണല്ലോ ഓർത്തുകൊണ്ട് എത്രമാത്രം സന്തോഷമായിരുന്നു അറിയാവോ? അതെ, അതങ്ങനെ തന്നെ പോയാൽ മതി. ഞാൻ എൻ്റെ അല്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത്രമാത്രം ബാലേന്ദ്രൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ബാബിതയെ ആശ്വസിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ബാബിതയ്ക്കാണെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷനായി. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനയുടെ മുറിയിലേക്ക് വരുവാണ് ബബിത. ബബിത വന്നിട്ട് ചോദിച്ചു, അപ്പം ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേന്ന് ചോദിച്ചു. പറ്റിക്കാനോ? ഞാനോ? എന്തിന്? അല്ല, ഞങ്ങളുടെ അച്ഛൻ്റെ മോളാന്നും പറഞ്ഞുകൊണ്ട് പറ്റിക്കുമായിരുന്നല്ലേ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാനാരും പറ്റിച്ചിട്ടൊന്നുമില്ല, പിന്നെ കള്ളത്തരം പറയണ്ട. അച്ഛനുമായിട്ട് ചേർന്നിട്ട് അലീന ചേച്ചിയും കൂടെ ഞങ്ങളെ പറ്റിച്ചില്ലേന്ന് ചോദിച്ചു. എന്നാലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതിയത് എൻ്റെ സഹോദരി ആയിരിക്കും എന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നറിയാവോ? ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ? അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ സഹോദരിയാണല്ലോ, ഞാൻ നിന്റെ കൂടപ്പിറപ്പാന്ന് പറഞ്ഞു. വേണ്ട, വെറുതെ കള്ളത്തരം പറയണ്ട. ഞാൻ അച്ഛനോട് പോയി ചോദിച്ചായിരുന്നു. നേരത്തെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീക്ക് ജനിച്ച മോളാണ്, തൻ്റെ മോളാന്നൊക്കെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നേ. പക്ഷെ ഇപ്പോഴച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അതൊക്കെ വെറുതെ കള്ളത്തരം പറഞ്ഞാന്ന്. എന്തിനാ അലീന ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പോഴേക്കും അലീന പറഞ്ഞു, ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അച്ഛൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട്. അല്ല, അച്ഛൻ എന്തിനാ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞേ? അച്ഛൻ അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതെ, നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് തന്നെ പറഞ്ഞേ. നിന്നെ അമ്മയൊക്കെ. കാരണം അവരൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഞാനും അച്ഛനും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടെന്നല്ലേ? അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു കള്ളത്തരമൊക്കെ പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബബിത പറഞ്ഞു, അച്ഛൻ ഇങ്ങനത്തെ കള്ളത്തരം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ അച്ഛനാണ് നഷ്ടം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെങ്കിലും ഇങ്ങനെ ഒരു കള്ളത്തരം പറയാനായിട്ട് മുതിരുവോ? സ്വന്തം അന്തസ്സും അഭിമാനവും ഒക്കെ പണയം വെച്ചിട്ടല്ലേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. കല്യാണത്തിന് മുമ്പ് ഒരു അവിഹിത സന്തതി ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് അലങ്കാരമായിരിക്കുമോ? ഒരിക്കലും അല്ല. സമൂഹത്തോട് അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ അവർക്ക് നാണക്കേട് തന്നെയാണ് ഉണ്ടാകുന്നത്, ഒരു അവിഹിത സന്തതി ഉണ്ടെന്ന് പറയുമ്പോൾ. എന്നിട്ടും അച്ഛൻ ആ കാര്യം വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാ? അത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാ, കുടുംബത്തിന് നന്മയെ കരുതിയിട്ടാ. അച്ഛന് ഇപ്പോഴും നഷ്ടം മാത്രം ഉണ്ടായിട്ടുള്ളൂ. ബബിത പറഞ്ഞു, അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? അതാ എനിക്ക് അറിയേണ്ടത്. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് പറയേണ്ടതായിട്ട് വന്നു. അച്ഛനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. അച്ഛൻ പാവമാണ്. അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാ, ഈ കുടുംബത്തിന് വേണ്ടി മാത്രമാണെന്ന് കരുതിയാൽ മതി. വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട. അപ്പം അലീന ചേച്ചി അതിവിദഗ്ധമായിട്ട് ഞങ്ങളെല്ലാവരെയും പറ്റിച്ചില്ലേ? അച്ഛാന്ന് വിളിച്ച്. അത് പിന്നെ ഞാൻ ആദ്യമായിട്ട് അച്ഛനെ അച്ഛാന്ന് വിളിച്ച ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതെനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല.
ഞാൻ അതിനു മുമ്പ് സാറേന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നേ. ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ അച്ഛാന്ന് വിളിക്കട്ടെ എന്ന്. അച്ഛൻ അത് സമ്മതിക്കുകയും ചെയ്തു. അന്ന് വിളിച്ചപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് ഞാനൊരാളെ അച്ഛാന്ന് വിളിക്കുന്നേ. അതിപ്പോഴും ഞാൻ തുടരുന്നുണ്ട്. ആ സ്നേഹവും പരിഗണന എല്ലാം ഞാൻ അച്ഛന് കൊടുക്കുന്നുമുണ്ട്. അത് നിങ്ങൾക്കാർക്കും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, എന്നാലും അലീന ചേച്ചി ഞങ്ങളെ ചീറ്റ് ചെയ്യുമല്ലേ ചെയ്തേ. ചീറ്റ് ചെയ്യാനോ? ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. അലീന ചേച്ചി എൻ്റെ സഹോദരി അല്ലല്ലേ, എൻ്റെ ആരും അല്ലല്ലേ. എന്ന് ആര് പറഞ്ഞു? ഞാൻ നിൻ്റെ സഹോദരിയാ, കൂടപ്പുറപ്പാ. രേവതിക്കുട്ടി എൻ്റെ രക്തമായിട്ടാണോ രേവതിക്കുട്ടി എന്നെ ചേച്ചിയായിട്ട് കാണുന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ അവളെ അനുജത്തിയായിട്ട് കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞങ്ങൾ തമ്മിൽ എത്ര സ്നേഹമാണ്. അതുപോലെ തന്നെയാണ് നീയും കൃഷ്ണമോളും എല്ലാവരും എനിക്ക്. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ബബിത പറഞ്ഞു, വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട. എൻ്റെ കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം പോയി, എല്ലാം തകർന്നു പോയി. കാരണം ബബിതയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇത്രയും കാലം അലീന തൻ്റെ ചേച്ചിയാന്ന് പറയുമ്പോൾ. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം എല്ലാം തകർന്നു പോയി കഴിഞ്ഞപ്പോൾ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും ബബിതയ്ക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ബബിത ആകെപ്പാടെ മൂകയായിട്ട് കോണിപ്പടിയുടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് രോഹിത് വന്നിട്ട് ചോദിച്ചു, എന്താടി നിനക്കിത് എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ? അല്ല, ഞാനേ അലീന ചേച്ചിയെക്കുറിച്ചൊക്കെ ആലോചിക്കുമായിരുന്നു. എന്ത്? അല്ല, അലീന ചേച്ചി അച്ഛൻ്റെ മോഡല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും കൃഷ്ണമോളും അങ്ങോട്ടേക്ക് വന്നു. രോഹിത്തേണ്ട ഇത് കേട്ടിട്ട് സങ്കടമൊന്നും വരുന്നില്ലേ? എന്തിന്? അലീന ചേച്ചി നമ്മുടെ ആരും അല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അലീന ചേച്ചി നമ്മളെ ഇത്രയധികം സ്നേഹിച്ചില്ലേ, അപ്പം നമ്മളതിൽ സന്തോഷിക്കുമല്ലേ വേണ്ടേ? അത് കേട്ടതും ബബിത പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും കാലം സഹോദരിയാന്ന് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒന്നുമല്ലെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അലീന ചേച്ചി നമ്മുടെ ചേച്ചി തന്നെയാന്ന് പറഞ്ഞു. നിന്നോടാര് പറഞ്ഞു? അതെ, ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, ചേച്ചിയാന്ന് തന്നെ, സഹോദരിയാന്ന് പറഞ്ഞാൽ മതി. അതെങ്ങനെ ശരിയാകും? അത് ശരിയാകൂന്നേ. കുറേ നാളിങ്ങനെ എല്ലാവരോടും പറഞ്ഞു കഴിയുമ്പോഴത്തേനുമേ അത് ശരിയായി വരും, ഒരു തെറ്റ് ശരിയായി വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിതയ്ക്ക് ദേഷ്യം വന്നു. ഒന്നും മിണ്ടാതെ പോയിക്കോ അവിടുന്ന്, അവളുടെ വലിയ തത്വവും കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കൃഷ്ണമോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ വിഷമിക്കാതിരിക്കുക. പക്ഷെ എന്നാലും ബബിതയുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും നാൾ എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ടായിരുന്നു, എല്ലാം ഒരു നിമിഷം കൊണ്ട് തകടം മറിഞ്ഞല്ലോ എന്നൊരു ചിന്തയായിരുന്നു ബബിതയുടെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.